നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. ഐശ്വര്യ റായുമായുള്ള വിവാഹത്തിന് മുൻപേ തന്നെ അഭിഷേക് ബച്ചനും കരിഷ്മ കപൂറും പ്രണയത്തിലായിരുന്നു. ഇരുവരുടെയും കുടുംബാംഗങ്ങൾക്കും ആ ബന്ധത്തോട് താല്പര്യമായിരുന്നു. 2002 ഒക്ടോബറിൽ അമിതാഭ് ബച്ചന്റെ 60ാം പിറന്നാളിന് ഇരുവരും തമ്മിലുള്ള എൻഗേജ്മെന്റിന്റെ കാര്യങ്ങളും പുറം ലോകത്തെ അറിയിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾക്കിപ്പുറം തങ്ങൾ പിരിയുകയാണ് എന്ന് ഇരുവരും അറിയിക്കുകയായിരുന്നു. ആ കാരണം എന്താണെന്ന് വ്യക്തമാക്കാൻ കരിഷ്മയും അഭിഷേകും ഒരിക്കലും തയ്യാറായിട്ടുമില്ല. ഇതിനുശേഷം വ്യവസായിയായ സഞ്ജയ് കപൂറിനെയാണ് കരിഷ്മ വിവാഹം കഴിച്ചത്. 2016 ഇരുവരും വിവാഹമോചിതരാവുകയും ചെയ്തിരുന്നു. അഭിഷേക് ആണെങ്കിൽ അധികം വൈകാതെ തന്നെ ഐശ്വര്യയുമായി പ്രണയത്തിലാവുകയും ചെയ്തിരുന്നു. 2007 ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു. ഇപ്പോഴിതാ അഭിഷേക് കരിഷ്മ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ മുഹമ്മദ് ഉമർ മുക്രിയുടെ മകൾ നസീം മുക്രി. വിവാഹം മുടക്കിയത് കരിഷ്മയുടെ അമ്മ ബബിതയാണെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. വിക്കി ലാൽവയുടെ പോഡ്കാസ്റ്റിലാണ് നസീമയുടെ വെളിപ്പെടുത്തൽ. ഹമ്മേനെ പ്യാർ കിയയുടെ ചിത്രീകരണത്തിനിടയിലാണ് കരിഷ്മയും അഭിഷേകും പ്രണയത്തിലാണ് എന്നാണ് വെപ്പെങ്കിലും ഇതിനു മുൻപേ തന്നെ ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്ന് നസീം പറയുന്നുണ്ട്. തുടക്കം മുതൽ തന്നെ ബബിത ഈ ബന്ധത്തെ എതിർത്തിരുന്നുവെന്നും നസീം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അക്കാലത്ത് അഭിഷേകിനേക്കാൾ വലിയ താരം കരിഷ്മയായിരുന്നുവെന്നും കരിഷ്മയെ വിവാഹം കഴിക്കണമെങ്കിൽ കോടികൾ അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്നും ബബിത ആവശ്യപ്പെട്ടുവെന്നും ഇതോടെയാണ് വിവാഹം മുടങ്ങിയതെന്നും നസീം പറയുന്നുണ്ട്. പ്രണയത്തിലായിട്ടും അഭിഷേകിനോട് പണം ആവശ്യപ്പെട്ടതിനെ കരിഷ്മ അനുകൂലിച്ചോ എന്ന വിക്കിയുടെ ചോദ്യത്തിന് ബബിത കർക്കശക്കാരിയായ അമ്മയാണ് എന്നായിരുന്നു മറുപടി. ബബിതയുടെ നിയന്ത്രണം സഹിക്കാൻ വയ്യാതെയാണ് സഹോദരി കരീന സ്വന്തമായി താമസിക്കാൻ തുടങ്ങിയത്. കരിഷ്മയ്ക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ബബിത ഒരു ഹിറ്റ്ലർ ആയിരുന്നു എന്നും നസീം പറയുന്നുണ്ട്. അഭിഷേക് കോടികൾ വരുന്ന പണം വിവാഹത്തിന് മുൻപ് കരിഷ്മയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്നും വിവാഹമോചനം സംഭവിച്ചാൽ അതിനു പുറമെ മറ്റൊരു സംഖ്യ നൽകണമെന്നുമായിരുന്നു ബബിതയുടെ ആവശ്യം. ബച്ചൻ കുടുംബം ഈ ആവശ്യം നിരസിക്കുകയായിരുന്നു. അങ്ങനെ ബന്ധം അവസാനിപ്പിക്കുകയും കരീന സഞ്ജയ് കപൂറിനെ വിവാഹം ചെയ്യുകയും ആയിരുന്നുവെന്നും അവർ പറയുന്നുണ്ട്. വിവാഹത്തിന് മുൻപ് അഭിഷേക് പണം കൈമാറണം എന്നായിരുന്നു കരാറ്. കൂടാതെ വിവാഹമോചനം ഉണ്ടായാൽ കരിഷ്മ ഒരു നിശ്ചിത തുക ലഭിക്കുവാൻ അർഹതയുണ്ടെന്നുമായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ബച്ചൻ കുടുംബം അതിനോട് യോജിച്ചിരുന്നില്ല. അങ്ങനെ വിവാഹ നിശ്ചയം മുടങ്ങുകയായിരുന്നുവെന്നും നസീം കൂട്ടിച്ചേർക്കുന്നുണ്ടായിരുന്നു. നസീമിന്റെ വെളിപ്പെടുത്തലുകൾ കരിഷ്മയോ അഭിഷേക് ബച്ചനോ ബബിതയോ ബച്ചൻ കുടുംബത്തിന്റെ മറ്റാരെങ്കിലുമോ ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. ബന്ധം അവസാനിപ്പിക്കാനുള്ള കാരണം ഇതുവരെയും ആരും തന്നെ പൊതുവിടങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുമില്ല. പല കഥകളും പ്രചരിക്കുന്നുണ്ടെങ്കിലും താരങ്ങൾ മനസ്സ് തുറക്കാത്തതിനെ തുടർന്ന് അവ കഥകളായി തന്നെ ശേഷിക്കുകയാണ് എന്നും ബാഹ്യ സമ്മതത്തെ തുടർന്ന് ബന്ധം അവസാനിപ്പിക്കുവാൻ അഭിഷേകും കരിഷ്മയും നിർബന്ധിതരാവുകയായിരുന്നുവെന്നും സംവിധായകൻ സുനിൽ ദർശൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. എന്തായാലും സംഭവിച്ചതെല്ലാം നല്ലതിനാണ് എന്നും അദ്ദേഹം പഴയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. അഭിഷേകുമായുള്ള ബന്ധം പിരിഞ്ഞതിനു ശേഷം 2003 കരിഷ്മ ഡൽഹിയിൽ സ്വദേശിയായ വ്യവസായി സുജയ് കപൂറിനെ വിവാഹം കഴിക്കുകയായിരുന്നു. 2007 അഭിഷേക് ഐശ്വര്യ റായും വിവാഹം കഴിച്ചു. കരിഷ്മ കപൂറും അഭിഷേക് ബച്ചനും തമ്മിലുണ്ടായിരുന്ന പ്രണയബന്ധത്തെക്കുറിച്ചും പിന്നീട് വിവാഹം മുടങ്ങാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ഹമ്മേനെ പ്യാർ കിയയുടെ സംവിധായകനായ സുനിൽ ദർശൻ ഇതേ പോഡ്കാസ്റ്റിൽ ചില സംസാരങ്ങൾ നടത്തിയിരുന്നു. വിവാഹം വേണ്ട എന്ന തീരുമാനമെടുത്ത സമയത്ത് താനും കരിഷ്മയുടെ വീട്ടിൽ ഉണ്ടായിരുന്നുവെന്നാണ് സുനിൽ ദർശൻ പറയുന്നത്. എന്റെ ചിത്രമായ ഏക് റിശ്തയുടെ ചിത്രീകരണത്തിൽ നിന്നും മുൻപേ തന്നെ ഇരുവരുടെയും പ്രണയം ആരംഭിച്ചിരുന്നു. പിന്നീട് അത് വളർന്നു. ഹമ്മേനെ ബി പ്യാർ കിയ എന്ന ചിത്രത്തിന്റെ ആലോചന നടക്കുന്ന സമയത്ത് വിവാഹം തീരുമാനിച്ചിരുന്നു. അമിതാഭ് ബച്ചന്റെ മകനും രാജ് കപൂറിന്റെ പേരക്കുട്ടിയും ചേർന്നപ്പോൾ എന്തൊരു മനോഹരമായ കൂട്ടുകെട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, വേണ്ട എന്ന് വെക്കുന്ന സമയത്ത് അവിചാരിതമായി കരിഷ്മയുടെ വീട്ടിൽ ഞാനും ഉണ്ടായിരുന്നു. ആ വിവാഹം മുടങ്ങിയത് നിർഭാഗ്യകരമാണ്. പിന്നീട് പുതുവത്സരാഘോഷത്തിനായി കരിഷ്മ ബാങ്കോക്കിലേക്ക് പോയി. പെട്ടെന്നാണ് സഞ്ജയ് കപൂറിനെ വിവാഹം കഴിക്കാൻ പോകുന്നുവെന്ന വാർത്ത കേട്ടത്. ആ തീരുമാനം എനിക്ക് ഒരിക്കലും മനസ്സിലായിരുന്നില്ല. ഇദ്ദേഹം വ്യക്തമാക്കിയത് ഇങ്ങനെയായിരുന്നു. ഇരുവരുടെയും വേർപിരിയലിന് പിന്നിലെ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആളുകൾ കരിഷ്മയുടെ അമ്മ ബബിതയെയോ അഭിഷേകിന്റെ അമ്മ ജയാ ബച്ചനെയോ കരിഷ്മയെയോ അഭിഷേകിനെയോ ഒക്കെ കുറ്റപ്പെടുത്താറുണ്ട്. എന്നാൽ ഇതെല്ലാം വിധിക്ക് വിട്ടുകൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ തമ്മിൽ വളരെ ഗാഢമായ ബന്ധമുണ്ടായിരുന്നു. പ്രണയം ഓരോ ആളുകളെയും ഓരോ രീതിയിലാണ് അനുഭവപ്പെടുന്നത്. അവർക്കിടയിൽ നിരന്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സുനിൽ ദർശൻ കൂട്ടിച്ചേർത്തിരുന്നു.